ട്രെയിലർ നോക്കുമ്പോൾ മൊത്തം ഒരു ഫണ്ണാണ്. ഇന്ത്യ ജോറാണ്. എന്താണ് ഒരു നോർമലി ഒരു ത്രില്ലർ ഹിറ്റ് ആകുമ്പോൾ അടുത്ത അതിനെ പിടിക്കാം, അല്ലെങ്കിൽ അവിടെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തപ്പോൾ എന്നാ പ്രിൻസിപ്പലോട് പേപ്പറായിട്ട് അതിന് ചെയ്യാം എന്നൊരു ഓബിയസ്ലി ചിന്തിക്കുക. എന്തുകൊണ്ടാണ് ഈ ജോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്? അല്ല, അതായത് ആക്ച്വലി എല്ലാ ജോബും ചെയ്യുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ്. എനിക്കിപ്പോ ഗുമസ്തൻ ത്രില്ലറായിരുന്നു. എൻ്റെ ഒരു പടം റിലീസ് ആവാറുണ്ട്, ഫെബ്രുവരിയിൽ റിലീസ് ആണ്. ഇതിനാണ് പടത്തിന്റെ പേര്. അത് ആക്ച്വലി അതൊരു പക്കാ ത്രില്ലർ തന്നെയാണ്. നമ്മുടെ രമേഷ് കിപ്പിള പ്രൊഡക്ഷൻ്റെ റാമിന്റെ പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസറുണ്ട്. അപ്പൊ ഫെബ്രുവരി റിലീസാണ്. അത് പക്കാ ത്രില്ലർ തന്നെയാണ്. അപ്പൊ അത് ത്രില്ലറാണ് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ജോണർ ത്രില്ലർ തന്നെയാണ്. പക്ഷെ എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ളതുകൊണ്ട് പിന്നെ ഇതിന്റെ കഥ, ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ കഥ, നിശ്ചയിച്ചത് തന്നെയാണ് ഇതിന്റെ കഥ. കഥ കേട്ടപ്പോ ഒരു നല്ലൊരു രസമുള്ള കഥയായിട്ട് തോന്നി, ഒരു കളർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഒരു ഗൺഫീൽ ഇറങ്ങിയതാണ്. എന്തായാലും ഇപ്പൊ ഇതുവരെ പുറത്തുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് സോങ്സ് ആണെങ്കിലും ട്രെയിലറെ കണ്ടിട്ട് എല്ലാവരും നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മുമ്പോട്ട് ഇനിയും ഈ ഒരു ജോണറിലെ പടങ്ങൾ ചെയ്യാൻ നമുക്കൊരു എനർജി ബൂസ്റ്റ് ആയിട്ട് എടുക്കാൻ. ഇപ്പൊ പടവും അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടൈപ്പ് പടങ്ങൾ, കാരണം എന്റെ അടുത്ത് കുറെ പേര് കുറെ നാളായി കളർഫുൾ പടം വന്നിട്ടുണ്ട്. കാരണം കുറെ നാളുടെ കുറെ സീരിയസ് പടങ്ങളും ത്രില്ലർ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് മലയാളത്തിൽ. ഈ ഒരു ജോണർ ഒരു ഫെസ്റ്റിവൽ മുകളിൽ കളർഫുൾ പടം വന്നിട്ട് കുറെ നാളായി കുറെ പേര് മെസ്സേജ് അയച്ചു വന്നതൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലേക്ക് പടം ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നു. ഗുമസ്ത പോലെ തന്നെ ഇതും ഏറ്റെടുത്ത് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഫെസ്റ്റിവൽ സീസൺസ് ഓരോ സീസണും ഓരോ സിനിമകളും എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാസ് സിനിമകൾ. ചിലപ്പോൾ ഫെസ്റ്റിവൽ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മാസ് കളർ സിനിമകളൊക്കെ ആയിരിക്കും. നമ്മള് തിയേറ്ററിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു അടിയിടി അങ്ങനത്തെ ഒരു പടം, ഒരു ചിരിച്ചറിയാൻ പറ്റുന്ന പടങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ആഘോഷം എന്താ പറ്റുക, അതൊരു വെറൈറ്റി ഉണ്ട്. ഫെസ്റ്റിവലാണ്, ഫെസ്റ്റിവൽ ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരെ ചിരിച്ചറിയാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു നൊസ്റ്റാൾജിക് ഓർമ്മകളുള്ള ഒരു സിനിമ ആവണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായും. കാരണം ആഘോഷം പേര് പോലെ പേര് തന്നെയാണ്. ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ആഘോഷമായിട്ട് തന്നെ തിയേറ്ററിലേക്ക് എത്തണം. അപ്പൊ പ്രേക്ഷകരും ആഘോഷമായിട്ട് ഏറ്റെടുക്കുന്നു വിചാരിക്കുന്നത്. കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പ് വരാൻ പറ്റും. കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായും ഈ പടം ഒരിക്കലും ബോറടിപ്പിക്കുന്നില്ല. ഒരു അത് മാത്രമല്ല, ഇപ്പം ഇന്നലെ ഞങ്ങളിങ്ങനെ പടം ഫൈനൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നത് ഇപ്പോഴൊക്കെ എനിക്കൊരു ക്ലാസ്മേറ്റ്സ് ഇപ്പോഴാ ഹാങ് ഓവർ ഉള്ളത്. നമ്മുടെ പടത്തിന്റെ ഫൈനൽ മിക്സ് കണ്ട അവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ട പടം കണ്ട ആൾക്കാർ ഒരു ക്ലാസ്മേറ്റ്സിലുള്ള മുരളി എന്ന കഥാപാത്രമൊക്കെ അതിന് നേരെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആഘോഷത്തിൽ കാണുന്നത്. അന്ന് സ്റ്റുഡന്റ് ആണെങ്കിലും ഇന്ന് അധ്യാപകരാണ് നമ്മുടെ പടത്തിൽ. പക്ഷെ കാണുമ്പോൾ കുറച്ച് ഏജ് കുറവ് തോന്നിക്കുന്നത്. അതെ, ഇങ്ങനെയൊക്കെ പറയാൻ വാട്സപ്പ് മെസ്സേജ് അല്ല സീരിയസ്ലി. കാരണം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നരേന്ദ്രയുടെ ഗെറ്റപ്പ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ടീച്ചറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഗെറ്റപ്പ് പിടിക്കാറുണ്ട്. ഞങ്ങള് മീശ മാത്രം വെച്ചിട്ട് ഗെറ്റപ്പ് ആലോചിച്ചു. അപ്പൊ അത് മുരളി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേറെ എന്ത് ചെയ്യാന്ന് പറയുന്നത് കാരണം ഒരു ഷോർട്ട് പ്രിന്റ് ചെയ്തിട്ട് ഒരു താടി വെച്ച് ഗെറ്റപ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നപ്പോൾ അത് നരേന്ദ്ര പോലെ സജസ്റ്റ് ചെയ്തൊരു ഗെറ്റപ്പായിരുന്നു. എന്റെ മറ്റു വേറൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷെ അത് ആ ഗെറ്റപ്പിൽ കണ്ടപ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ സൂര്യ എന്ന കഥാപാത്രത്തെ പറ്റി ആ ക്യാരക്ടർ അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ചേക്കാളും വേണ്ടത് നമുക്ക് കിട്ടി. അത് ഗംഭീരമായിട്ട് ഇദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഘോഷം ഈ പറഞ്ഞതല്ല, ആഘോഷം തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നന്നായി എൻജോയ് ചെയ്യപ്പെടുന്ന ഈ എന്തുകൊണ്ട് ക്രിസ്മസിന് അടിച്ചുപൊളിക്കാൻ പറ്റുന്ന പടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, സ്റ്റോറി ഉണ്ടായിരുന്നു, പ്രേക്ഷകരെ പിന്നെ ചിന്തിപ്പിക്കാൻ എലമെന്റ് ഉണ്ടാവും. ഇപ്പൊ ഒരു ക്യാമ്പസ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻസ് ക്യാമ്പസ് അങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. നോർമലി ഒരു പ്രണയമായിരിക്കും, നടക്കുന്ന ഇൻസിഡൻസ് ആയിരിക്കാം, അത് ചുറ്റുപാട് നടക്കുന്ന ബാക്കി ബാക്കപ്പ് ആവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഇതിനകത്ത് ആഘോഷം എന്തുകൊണ്ട് തിയേറ്ററിൽ പ്രേക്ഷകർ കാണുന്നത്? ആഘോഷം ആക്ച്വലി കഥ പറയുന്ന പശ്ചാത്തലമാണ് കോളേജ്. അതിനപ്പുറത്തേക്ക് കഥയ്ക്കൊരു വളർച്ചയുണ്ട്. അത് നമ്മൾ എന്താ പറയുക, സീരിയസ് ആയിട്ടൊരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്ത് പറയുന്നുണ്ട്. അതിന്റെ ബാക്ക് ഡ്രോപ്പ്, അതിന്റെ പശ്ചാത്തലമാണ് കോളേജ്. അപ്പൊ കോളേജിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പോലെ എല്ലാ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ആ കോളേജിൽ എല്ലാ വൈബും ഈ പടത്തിലുണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന കഥ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ സീരിയസ് കഥ നമ്മൾ പറയുന്നുണ്ട്. ആ കഥ നമ്മൾ വീട്ടിൽ കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഉറപ്പായിട്ടും അത് വർക്കാവും പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. നമസ്കാരം. ചിലപ്പം സിനിമകൾ പഠിപ്പിച്ചു ഒരുപാട് ഹിറ്റുകൾ ഇപ്പൊ എക്കോ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ഫാർമ ഇറങ്ങി, അത് നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആഘോഷം ഇറങ്ങുന്നു. മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങൾ 3 തരത്തിൽ ആളുകൾ ആഘോഷിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആഘോഷിച്ച കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു പഴയ ഒരു കാലത്തിലേക്ക് അടിച്ചുപിടിക്കാനായിട്ട് അവസരം കിട്ടിയത്? ഞാൻ ശരിക്കും സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ കേട്ടത്. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പൊ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്ട് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോ
ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറെ നാളായി. അപ്പോൾ ഐ ഫെൽ ദറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാവണം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയില്ലേ, ചില ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ലാണ്ട് there is a story inside. അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാൻസലിലേക്ക് വരുന്നത്. അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. ഐ മീൻ അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതങ്ങ് ക്ലിക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി തന്നെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസ് ചേച്ചിയെ മീറ്റ് ചെയ്തപ്പോൾ ലിസ് ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CM ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്കെപ്പോഴും ഞാൻ അങ്ങനെ സിനിമയെ കാണുന്ന ഒരു ആളാണ്. എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിന് പടം കാശിറക്കി പോകുന്നു, അയാൾക്ക് പ്ലസോ മൈനസോ ആയോ മൈനസായോ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. അമലിന്റെയും ചേച്ചിയുടെയും ഇത് രണ്ടാമത്തെ റിലീസാണ്. അമല് രണ്ട് വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല കാറ്റഗറീസ് വെച്ച് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് ബി മൈ ഫിലിം. ഐ മീൻ ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു ഇങ്ങനത്തെ പല ചിന്തകളിലൂടെയാണ് ഞാൻ അങ്ങനെ പല ചിന്തകളിലൂടെയാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തത്. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് നമ്മളെപ്പോഴും ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പറയുമ്പോൾ അധികം പടങ്ങൾ അധികം ചെയ്യാത്ത ഒരാളാണ്, മനഃപൂർവ്വമല്ല. പക്ഷെ ചെയ്യുന്നത് കുറച്ച് ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഈ ചെയ്തത് സാഹസം തന്നെ ആയാലും ശരി, എക്കോ ആയാലും ശരി, പാർമയായാലും ശരി, ഇത് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഉചിതമായ രീതിയിലായിരുന്നു ഇതിന്റെ ലൊക്കേഷനും ഇതിന്റെ സെറ്റപ്പും. ഇത് വർക്ക് ചെയ്ത ആൾക്കാരും അതിൽ കുറെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതിലുള്ള കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഇവരുമായിട്ടുള്ള ഒരു കോഡ്ഷിപ്പും. അപ്പോ നമ്മൾക്ക് പിന്നീട് നോക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കാവുന്ന മനോഹരമായ കുറെ മുഹൂർത്തങ്ങൾ നൽകിയൊരു സിനിമയാണ് ആഘോഷം. പിന്നെ ചോദ്യത്തിന് നമ്മൾ പല ജോണേഴ്സും ട്രൈ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനൊരു ജോണർ എനിക്കും ഒരു പുതുമയാണ്. സോ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവുന്നത് എനിക്കും ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു എനിക്ക് വന്നത്. താങ്ക് യു.